ബഹുമാനിക്കുന്ന ബഹുമാന്യനായ റവറൻ ഫാദർ ജോൺ ക്രിസ്റ്റഫർ ഫടച്ചേരി അവർ, അതേപോലെ തന്നെ നമുക്കേവർക്കും പ്രിയങ്കരനായ മുളവുകാടിൻ്റെ ഗ്രാമപിതാവ് ശ്രീ VS അക്ബർ അവർ, അതേപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് എക്സൈസ് ശ്രീ മുഹമ്മദ് ഹാരിഷ് അവർ. സരിത സനിൽ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് നമ്മുടെ 110ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി സരിത സനിൽ, ഇന്ന് വിശിഷ്ട അതിഥിയായി നമ്മളോടൊപ്പമുള്ള മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS അക്ബർ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ മുഹമ്മദ് ഹാരിഷ്, ഇന്ന് കലാവിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രശസ്ത നോവലിസ്റ്റും എൻ്റെ സുഹൃത്തുമായ ശ്രീ അഭിലാഷ് ഫീസ്, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജീൻസ്, ആനി റീനി ടീച്ചർ, പ്രിയമുള്ളവരെ, 110 വർഷം തികയുന്ന ഈ ആഘോഷ പരിപാടികൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചെറിയൊരു വിഷമം കൂടി ഈ ഒരു അവസരത്തിലുണ്ട്. കാരണം ഈ ഒരു സ്കൂളിൻ്റെ വളർച്ചയിൽ ഒരുപാട് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ടീച്ചറും ആനി റീനി ടീച്ചറും ഈ വർഷം ഈ സ്കൂളിനോടും തങ്ങളുടെ അധ്യാപക ജീവിതത്തോടും വിട പറയുകയാണ്. പക്ഷെ അധ്യാപക ജീവിതം തുടരാൻ എങ്കിലും ഈ സ്കൂളിൽ ഇനി വീണ്ടും നമുക്ക് ചിലപ്പോൾ ജീൻ സാറിനെ ഒരു അധ്യാപകനായി കാണാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ അതൊരു സങ്കടകരമായ കാര്യമാണ്. ഞാനൊരു 1.25 വർഷത്തോളമാണ് സാറിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത്. 1 വർഷമായിട്ടില്ല, പക്ഷേ ഇനി കുറച്ച് ദിവസം കൂടി സാറിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകമായി നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഇവരുടെ 2 പേരുടെയും കോൺട്രിബ്യൂഷൻസിനെ. നമുക്കറിയാം, അധ്യാപനം ഇന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അധ്യാപകർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കേൾക്കുന്നതാണ്. അധ്യാപകൻ ദൈവസമാനമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അധ്യാപനം അത്ര സുഖകരമായ കാര്യമല്ല. കാരണം അധ്യാപകരെയും ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം പലപ്പോഴും ചെറിയ കാര്യങ്ങളെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏറ്റവും ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഫാദർ ക്രിസ്റ്റഫർ ഫടച്ചേരി, നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത, നമുക്ക് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ എക്സൈസ് മുഹമ്മദ് ഹാരിഷ്, അതുപോലെ തന്നെ പ്രശസ്ത നോവലിസ്റ്റ് കലാവിരുന്ന് ഉദ്ഘാടനം നമ്മുടെ വളരെ ദുഃഖത്തോടെ നമുക്ക് ഏറ്റവും പ്രിയനായ, നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, വളരെയധികം നല്ല നിർദ്ദേശങ്ങളും ഒരുപാട് സ്കൂളിൻ്റെ വളർച്ചയൊക്കെ അവർ ജീവിതം മുഴുവനും നല്ല രീതിയിൽ ഉപയോഗിച്ച നമ്മുടെ അധ്യാപകൻ സെബാസ്റ്റ്യൻ സാറും, അതുപോലെ തന്നെ ചെയ്യുന്ന നമ്മുടെ ആനി അടക്കമുള്ള നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാഷ്, നമ്മുടെ സെൽമ ഐസൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ തമ്പിച്ചേട്ടൻ, PTA പ്രസിഡന്റ്, നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് ബിജു സേവയാൾ അടക്കമുള്ള ടീച്ചർമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷകർത്താക്കളെ, കുട്ടികളെ, അധ്യാപകരെ, വളരെ സന്തോഷത്തോടെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. 110ാം വാർഷികാഘോഷവും ദീർഘമായ സേവനശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന ശ്രീമതി സരിത, VS അക്ബർ,
വേദിയിലിരിക്കുന്ന മറ്റ് എല്ലാ പ്രമുഖ വിശിഷ്ട വ്യക്തികൾ, ഈ സ്കൂളിലെ അധ്യാപകർ, അധ്യാപകർ, നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള പേരൻസ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഏതാണ്ട് 110 വർഷത്തെ പ്രൗഢിയും ചരിത്രവും പേറുന്ന ഈ സ്കൂളിൽ ഞാനിപ്പോൾ ഇവിടെ വന്നു വയ്ക്കാനുള്ള കാരണം ഇവിടുത്തെ വിമുക്തി മിഷൻ്റെ അസിസ്റ്റന്റ് കമ്മീഷൻ ആയതുകൊണ്ടല്ല. എൻ്റെ കുറിച്ച് പറയുന്നത് പോലും അവിടെ അറിയാതിരിക്കട്ടെ. അതിപ്പോൾ ഒരു അരമണിക്കൂർ